ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പം നമ്മൾ മാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക കേട്ടോ. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. മന്ത്ലി വെറും 89 റുപ്പീസാണ് നമുക്ക് ആ ഒരു ട്യൂഷൻ ക്ലാസ്സിന് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം അല്ലേ. നോക്കൂ മക്കളെ, നമ്മൾ ആക്ടിവിറ്റി 2 വരെ കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. ആക്ടിവിറ്റി 3 ആണ്. ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസ് അല്ലേ. മാച്ച് ആൻഡ് ഡ്രോ ടു ദി സെയിം നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് സെയിം നമ്പേഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യണം മക്കളെ, മാച്ച് ചെയ്യണം. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു സൈഡിൽ എന്തുണ്ട്, ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസ് ഉണ്ട് അല്ലേ, ഒരു കൂട്ടം കുട്ടികളുണ്ട്. അപ്പുറത്തെ സൈഡിൽ എന്താണുള്ളത്, ബോൾസിൻ്റെ ഒരു ഗ്രൂപ്പുമാണ് ഉള്ളത് അല്ലേ. അപ്പം കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ബോളുകളുടെ കൂട്ടം എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ട് കുട്ടികളെ ആ കൂട്ടത്തിലോട്ട് വരച്ച് ചേർക്കാനായിട്ടുള്ള പ്രവർത്തനമാണ് കേട്ടോ. ഓക്കെ മക്കളെ, റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം അല്ലേ. കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 അല്ലേ, 3 പേരാണുള്ളത്. അപ്പം എവിടേക്ക് നമ്മൾ വരയ്ക്കണം, എത്ര പന്തുകളുള്ള കൂട്ടത്തിലേക്ക് വരയ്ക്കണം? 3 ബോൾസ് ഉള്ള കൂട്ടത്തിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. അപ്പം നോക്കിക്കേ, എവിടെയാണുള്ളത്? യെസ്, ഇതാ ഇവിടേക്കാണ് അത് വരയ്ക്കേണ്ടത് അല്ലേ. ഇവിടെയും എത്ര ബോൾസ് ആണുള്ളത്? കൗണ്ട് ചെയ്യൂ. 1 2 3 അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കിക്കേ, ഇവിടെ എത്ര കുട്ടികളുണ്ട്? 1 2 3 4 5 അല്ലേ. 5 ആണ് അവിടെ നമ്പേഴ്സ് ഉള്ളത്. അപ്പം നമ്മൾ എവിടേക്ക് വരയ്ക്കണം? 5 ബോൾസിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. അടുത്ത നോക്കിക്കേ മക്കളെ, ആകെ എത്ര കുട്ടിയേ ഉള്ളൂ? ഒരു കുട്ടിയേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഇവിടേക്ക് വരയ്ക്കണം, ഒരു ബോളിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കൂ, എത്ര കുട്ടികളുണ്ട്? കൗണ്ട് ചെയ്തേ. 1 2 3 4 4 കുട്ടികളാണുള്ളത് അല്ലേ. അപ്പം നമ്മൾ എവിടേക്ക് വരയ്ക്കണം? 4 ബോൾസ് ഉള്ള ഒരു ഗ്രൂപ്പിലോട്ട് വേണം വരയ്ക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കൂ, അവിടെ 2 കുട്ടികളേ ഉള്ളൂ. അപ്പം നമ്മൾ എവിടേക്ക് വരയ്ക്കുക? 2 ബോളുകളുടെ കൂട്ടത്തിലേക്ക് വരയ്ക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ ആ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 4 ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ്. Put 6 flowers in each basket. നമുക്ക് അവിടെ കുറേ ബാസ്ക്കറ്റ് തന്നിട്ടുണ്ടല്ലോ. ഓരോ ബാസ്ക്കറ്റിലും എത്ര പൂക്കൾ വീതമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? 6 ഫ്ലവേഴ്സ് ആണല്ലേ. 6 ഫ്ലവേഴ്സ് ആക്കണം. അപ്പോൾ മക്കൾ നോക്കിക്കേ, അവിടെ ബാസ്ക്കറ്റിൽ 6 ബോൾ തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6 പൂക്കൾ തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? 6 പൂക്കളാക്കാനായിട്ട് മക്കൾ അതിലേക്ക് പൂക്കൾ കൂടുതൽ വരച്ച് ചേർക്കണം. ക്ലിയർ ആയിട്ടുണ്ടോ? 6 പൂക്കളാക്കാൻ അതിലേക്ക് എത്ര പൂക്കളാണോ വേണ്ടത് അത്രയും പൂക്കൾ മക്കൾ എന്ത് ചെയ്യണം? അതിൽ വരച്ച് ചേർക്കണം. എന്നിട്ട് ആദ്യം കൊട്ടയിലുള്ള പൂക്കളാണ് മക്കൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ്. ആ കൊട്ടയിൽ എത്ര പൂക്കളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് മക്കൾ എന്താണ് എഴുതേണ്ടത്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. അതായത് നിങ്ങൾ അത് 6 പൂവാക്കാൻ വേണ്ടിയിട്ട് എത്ര പൂക്കൾ കൂടിയാണ് എക്സ്ട്രാ വരച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ഓരോ ബാസ്ക്കറ്റിലെയും ഫ്ലവേഴ്സ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ബാസ്ക്കറ്റ് നോക്കൂ മക്കൾ, ടീച്ചറോടൊപ്പം കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6 അല്ലേ. ഈ ഒരു ബാസ്ക്കറ്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ഓൾറെഡി 6 ഫ്ലവേഴ്സ് തന്നെ ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ്, ആ ബാസ്ക്കറ്റിലുള്ള ഫ്ലവേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എത്രയാണ് കൗണ്ട് ചെയ്തിട്ടുള്ളത്? 6 ആണല്ലേ. അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പറയുക? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. മക്കൾ എക്സ്ട്രാ ആയിട്ട് അതിൽ എത്ര ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല അല്ലേ. കാര്യം എന്താണ്? നമ്മളടുത്ത് എന്തായിരുന്നു പറഞ്ഞത്? ബാസ്ക്കറ്റിൽ 6 ഫ്ലവേഴ്സ് പുട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ ഓൾറെഡി 6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് കൂടുതൽ പൂക്കൾ അതിലേക്ക് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ മക്കളെ, ഇനി നെക്സ്റ്റ് 1 നോക്കിക്കേ. അടുത്തത് മക്കൾ ഒറ്റയ്ക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം കൗണ്ട് ചെയ്യാം. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1
2 അല്ലേ, 2 ഫ്ലവേഴ്സേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ എന്ത് എഴുതണം? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് എന്നുള്ളിടത്ത് എത്ര എന്ന് എഴുതണം? 2 എന്ന് എഴുതണം അല്ലേ, 2 എന്ന് എഴുതണം. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താണ്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ എന്നാണ് അല്ലേ, വരച്ചിട്ടുള്ള പൂക്കൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ബാസ്ക്കറ്റിൽ 6 പൂക്കളാക്കാം അല്ലേ. 2 ഫ്ലവേഴ്സ് അവിടെയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി വരച്ചാൽ എത്രയാവും മക്കളെ? 3 4 5 6. ഇപ്പം 6 ഫ്ലവേഴ്സ് ആയല്ലോ. ഓക്കെ, അപ്പം നമ്മൾ എത്ര പൂക്കൾ കൂടി വരച്ച സമയത്താണ് 6 ആയിട്ടുള്ളത്? വെരി ഗുഡ്, 4 ഫ്ലവേഴ്സ് കൂടി വരച്ചപ്പോഴാണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ബാസ്ക്കറ്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 4 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് എത്ര എഴുതാം? 4 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താക്കണം? ആ ബാസ്ക്കറ്റിൽ 6 പൂക്കളാക്കണം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പൂക്കൾ വരച്ച് നോക്കാം അല്ലേ, എത്ര എണ്ണം വരയ്ക്കുമ്പോഴാണ് 6 കിട്ടുക എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. അപ്പം നമ്മുടെ ബാസ്ക്കറ്റിൽ ഇപ്പോൾ എത്രയുണ്ട്? 4 ആണുള്ളത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഡ്രോ ചെയ്താൽ എത്രയായി? 4 കഴിഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി വരയ്ക്കുകയാണെങ്കിൽ എന്തായി മക്കളെ? 6 ആയി. അപ്പം നമ്മൾ എക്സ്ട്രാ എത്ര എണ്ണം വരച്ചു? 2 എണ്ണം വരച്ചു. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി ലാസ്റ്റ് ബാസ്ക്കറ്റ് നോക്കൂ. ബാസ്ക്കറ്റ് നോക്കിക്കേ, അത് എം ടി ആണല്ലേ, അതിലൊന്നുമില്ല. എത്ര പൂക്കളാണുള്ളത്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. എത്രയാണ്? 0 ആണ്. അപ്പം നമ്മൾ ഇനി അതിൽ എത്ര പൂക്കൾ വരയ്ക്കണം? നമുക്ക് 6 പൂക്കളാണ് കുട്ടയിൽ വേണ്ടതില്ലേ. അപ്പം എത്ര പൂക്കൾ വരയ്ക്കണം മക്കളെ? നോക്കിക്കേ, 1 2 3 4 5 6 അല്ലേ. 6 പൂക്കൾ വേണം നമുക്കതിൽ വരച്ച് ചേർക്കാനായിട്ട്. മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. ലെറ്റ്സ് ഫൈൻഡ് ദി വേ. ഷോ ദി വേ ഫോർ ദി ലിറ്റിൽ ബട്ടർഫ്ലൈ ടു റീച്ച് ഹെർ മദർ. ഗോ ത്രൂ ദി കൺസെക്യൂട്ടീവ് നമ്പേഴ്സ്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ലിറ്റിൽ ബട്ടർഫ്ലൈയെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് എത്താനായിട്ട് സഹായിക്കാനാണ് അല്ലേ. അതിന് നിങ്ങളുടെ അടുത്ത് എതിലെ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്? തുടർച്ചയായിട്ടുള്ള നമ്പറിലൂടെ പോയാലേ നമ്മുടെ ലിറ്റിൽ ബട്ടർഫ്ലൈക്ക് അവളുടെ മദറിൻ്റെ അടുത്ത് എത്താനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം നോക്കിക്കേ മക്കളെ, അവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ലിറ്റിൽ ബട്ടർഫ്ലൈയെ ആ വഴിയെ കൊണ്ടുപോകുന്ന സമയത്ത് ഏതെങ്കിലും ഫ്ലവേഴ്സിലുള്ള നമ്പേഴ്സ് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സിൽ മക്കൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്പേഴ്സ് എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യം ഏതിലേക്കാണ് ചാടാനായിട്ട് പറ്റുക? 1 എന്നുള്ള നമ്പറിലേക്കാണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ലിറ്റിൽ ബട്ടർഫ്ലൈ എവിടേക്ക് പോയി? 1 എന്നുള്ള ഫ്ലവറിലോട്ട് പോയി. 1 കഴിഞ്ഞ് പിന്നെ അടുത്ത തുടർച്ചയായിട്ടുള്ള നമ്പർ ഏതാണ്? 1 കഴിഞ്ഞ് നമുക്കറിയാം 2 ആണ്. 2 കഴിഞ്ഞ് പിന്നെ എവിടേക്ക് പോകണം? 3ലോട്ട് പോകണം അല്ലേ. അപ്പം 3ലോട്ട് പോയി പിന്നെ നമുക്ക് എവിടേക്ക് പോകണം? 4ലോട്ട് പോകണം അല്ലേ. 4 എന്നുള്ള ഫ്ലവർ നമുക്ക് അവിടെ ഇല്ല അല്ലെ, മിസ്സിങ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്തുള്ള ഫ്ലവറിൽ നമുക്ക് 4 എന്ന നമ്പർ കൊടുക്കാം. എന്നിട്ട് അവിടേക്ക് പോയി പിന്നെ ഏതാണ്? 4 കഴിഞ്ഞ് നമുക്കറിയാം 5 ആണ്. പിന്നെ ഏതാണ്? 6 ആണ്. 6 കഴിഞ്ഞാൽ ഏതാണ്? 7 ആണ് അല്ലേ. 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ ഏതാ മക്കളെ? 8 ആണ് അല്ലേ. 8 എന്ന ഫ്ലവർ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 8 കൊടുക്കാം. എന്നിട്ട് 8ലോട്ട് പോവാം. അതിനുശേഷം പിന്നെ എങ്ങോട്ട് പോകണം? 8 കഴിഞ്ഞ് നമുക്കറിയാം 9 ആണ്. 9 കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തണം? 10ലേക്കാണ് പോവേണ്ടത് അല്ലേ. അപ്പം ഈ ഒരു ഫ്ലവറിന് നമ്മൾ എന്ത് കൊടുക്കാം? 10 എന്നുള്ള നമ്പർ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ട് ചാടുക. അപ്പം നമ്മുടെ ലിറ്റിൽ ബട്ടർഫ്ലൈ ആരുടെ അടുത്തെത്തി? മദറിൻ്റെ അടുത്തെത്തി അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 വരെ മക്കൾക്ക് തുടർച്ചയായിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പം മക്കൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും 1 to 10 വരെ എഴുതാനായിട്ട് തുടർച്ചയായിട്ട് എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് മക്കൾക്കുള്ള ചോദ്യങ്ങൾ. നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിർബന്ധമായിട്ടും എല്ലാ കൂട്ടുകാരും കാണുക കേട്ടോ. അതിലെ ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.